ഇനി മതിയല്ലത് കോവയ്ക്കന്റെ അല്ലേ? ഇത് മതിയാവൂല. കണ്ടാ കോവയ്ക്കുണ്ട്, കോവയ്ക്കന്റെ ഇലയും നുള്ളുന്നുണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. നിറയെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് നല്ലൊരു മരുന്നാണ് കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്താൻ നോക്കുന്നത്. ഉപ്പേരി വെക്കുന്നുണ്ട്, താളിക്കണുണ്ട് കേട്ടോ. കോവയ്ക്ക ഉപ്പേരിയാണ്, അതുപോലെ ഇതിൻ്റെ ഇത് താളിക്കുകയാണ് ഇല. അപ്പം നമ്മൾ ഈ വയറിനുള്ള സ്തംഭനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഇത് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. നമ്മൾ ഈ മരുന്നൊക്കെ തേടി പോകണതിൻ്റെ നന്നു ഈ ഇല കൊണ്ട് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. അത് കുറേ ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ ശേഷം തന്നെ നമ്മൾ വാട്സപ്പിലും ഒക്കെ വന്നിട്ട് ചോദിച്ചിരുന്നു, ഇങ്ങനൊരു മരുന്നുണ്ടോ, അതറിയില്ലേന്നു എന്ന് പറഞ്ഞിട്ടാ. കാരണം ഒരുവിധ ആൾക്കാരെ വീട്ടിൽ തൊടിയിലും അല്ല ഇത് വള്ളി പടർന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല ഇത് എന്താ സംഭവം. ഇതിന്റെ ഇല നല്ലത്. ഇത് താളിക്കുന്നത് നമ്മൾ മുരിങ്ങേൻ്റെ ഇല താളിക്കണ പോലെ തന്നെ കേട്ടോ. ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഇല്ലേ, അതും പിന്നെ വെളുത്തുള്ളിയും കൂടി എണ്ണയിൽ മൂപ്പിച്ചിട്ട് പച്ചമുളകും ഇട്ടിട്ട് കഞ്ഞിവെള്ളത്തിന്റെ തെളി ഒഴിച്ചിട്ട് ഇത് ഇല ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വേവുണ്ട്, അതന്നെ നല്ല ഇലയാണ്. ഇതെവിടെ കണ്ടാലും ആരും പറിച്ചില്ല, ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇത് കണ്ടോ, ഒരുപാട് ഇപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷം നല്ലോണം നമ്മളെ മതിൽ കൂടെ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ കായയും ഇലയും എല്ലാം നമ്മളിത് ഉപയോഗപ്പെടുത്തും. ഇപ്പം ഡെയിലി ഇപ്പോൾ ഇതാണ് പരിപാടി.